guys, welcome to Varandare's YouTube channel. Okay, അപ്പോൾ നമ്മളിപ്പോൾ കറൻ്റ് നോക്കുന്നത് ഡെയിലി കറണ്ട് അഫയേഴ്സ് വീഡിയോ ആണ്. ഫെബ്രുവരി മന്തിൻ്റെ ഡെയിലി കറണ്ട് അഫയേഴ്സും അതുപോലെ ഡെയിലി എന്തൊക്കെ റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചോദിക്കാൻ ചാൻസ് ഉള്ള രീതികളും എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടാണ് ഇപ്പം നമ്മളുടെ ഈ ഒരു സീരീസ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് എന്തായിരിക്കും ഇന്ന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് നാഷണൽ ന്യൂസ് ഉണ്ട്, സ്റ്റേറ്റ് ന്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ ഒബിച്ചറി, ഇമ്പോർട്ടൻറ്റ് ബുക്ക്, അങ്ങനത്തെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ സെക്ടറിൽ നിന്നും നമ്മൾ ടോപ്പിക്ക് കവർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച കറണ്ട് അഫയേഴ്സിൽ നിന്ന് ചെറിയൊരു റിവിഷൻ, നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് ഓർമ്മയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വയം ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു റിവിഷനും കൂടെ നമ്മൾ ആദ്യം നോക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റിവിഷനിലോട്ട് തന്നെ കിടക്കാം. സോ വൺസ് അഗൈൻ വെൽക്കം ടു ദ വീഡിയോ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Name the guidelines for Indian Port Performance. Name the guidelines for Indian Port Performance Index that was recently released by Union Minister of Ports, Shipping and Waterways, Sarbananda Sonowal. Okay, നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? മിനിസ്ട്രി ഓഫ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസിൻ്റെ യൂണിയൻ മിനിസ്റ്ററാണ് സർബാനന്ദ സോനോവാൾ. അതേപോലെ തന്നെ ആയുഷ് മിനിസ്ട്രിയുടെ യൂണിയൻ മിനിസ്റ്റർ കൂടിയാണ് സർബാനന്ദ സോനോവാൾ. ഓക്കെ, അദ്ദേഹം പോർട്ടുകളുടെ ഇപ്പം നമ്മുടെ ഇന്ത്യയിലുള്ള ഒരുപാട് പോർട്ട് ഏരിയാസ് ഒക്കെ ഉണ്ട്. പോർട്ടുകളുടെ ഈ എഫിഷ്യൻസിയും പെർഫോമൻസും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ ബേസിൽ ഓരോ പോർട്ടുകൾ ഓരോ റാങ്കിങ് കൊടുക്കാൻ വേണ്ടി അങ്ങനെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു റീസെൻ്റായിട്ട് റിപ്പോർട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പെർഫോമൻസ് ഇൻഡെക്സ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യൻ പോർട്ടുകളുടെ എഫിഷ്യൻസിയുടെ ബേസിലുള്ള ഒരു പെർഫോമൻസ് ഇൻഡെക്സ് ആണ് അവർ റീസെൻ്റായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, സർബാനന്ദ സോനോവാൾ. ഓക്കെ, ആ ഇൻഡെക്സിൻ്റെ പേരെന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. എന്തായിരുന്നു? സാഗർ പോർട്ടുകളാണ്. അപ്പം സാഗർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ്? സാഗർ ആംഗ്ലൻ ആണ് ഇപ്പോൾ റീസെൻ്റായിട്ട് അവർ പോർട്ട് പെർഫോമൻസും എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള ഇൻഡെക്സ്. ഇതേപോലെ തന്നെ നമ്മുടെ സർബാനന്ദ സോനോവാൾ റിലീസ് ചെയ്തിട്ടുള്ളതാണ് സാഗർ മന്ഥനം. ഓക്കെ, അതും ഏകദേശം ഇതേ സെയിം പർപ്പസ് തന്നെയായിരുന്നു. മിനിസ്ട്രി ഓഫ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് എന്നിട്ടാണ് ഇത് അൺവീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് സ്റ്റേറ്റ് കൺട്രീസ് ഫസ്റ്റ് സ്കിൽ ഇന്ത്യ സെൻറ്റർ? ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെൻറ്റർ എവിടെയാണ് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ആരെ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓൺടർപ്രണർഷിപ്പ് ധർമ്മേന്ദ്ര പ്രധാനാണ്. ഇദ്ദേഹം തന്നെയാണ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ യൂണിയൻ മിനിസ്റ്ററും. ഓക്കെ, ഫെബ്രുവരിയിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് രാജ്യത്തെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെൻറ്റർ, അതായത് നമ്മുടെ രാജ്യത്തെ ഇൻഡസ്ട്രീസിൻ്റെ ഒക്കെ ഗ്രോത്തിന് വേണ്ടിയിട്ട് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്കിൽസ് ആൾക്കാർക്ക് ഇമ്പാർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്കിൽ സെൻറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ സ്കിൽ സെൻറ്ററാണ് ഈ കൊടുത്തിരിക്കുന്ന 5 സ്റ്റേറ്റിൽ ഏതോ ഒരു സ്റ്റേറ്റിൽ ധർമ്മേന്ദ്ര പ്രധാൻ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സ്കിൽ ഡെവലപ്മെൻറ്റ് വഴി എന്ത് ചെയ്യും? നമ്മുടെ രാജ്യത്തെ എംപ്ലോയ്മെൻറ്റ് റേറ്റ് കൂടും, അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും കൂടുന്നതായിരിക്കും. അപ്പോൾ ഏത് സ്റ്റേറ്റിലായിരിക്കും? വേഗം ഓർമ്മയുണ്ടോ? വേഗം പറഞ്ഞേ. ഒഡീഷ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റിലാണ് ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെൻറ്റർ ധർമ്മേന്ദ്ര പ്രധാൻ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിനകത്തൊന്ന് വീണ്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ്? മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓൺടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള മിനിസ്ട്രിയുടെ അണ്ടറിലാണ് ഈ സ്കിൽ ഇന്ത്യ സെൻറ്റർ തുടങ്ങിയിട്ടുള്ളത്. SICയുടെ ഫുൾ ഫോം ചോദിക്കാം, എവിടെയാണെന്നും ചോദിക്കാം, ആര് ഇനോഗ്രേറ്റ് ചെയ്തെന്ന് ചോദിക്കാം, ഏത് മിനിസ്ട്രിയുടെ അണ്ടറിൽ വന്നെന്ന് ചോദിക്കാം. അങ്ങനെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു ദ മന്ത്ലി അപ്ഡേറ്റ് ദ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ്. ഓക്കെ, ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? അതായത് ഓരോ രാജ്യത്തെയും പാസ്പോർട്ടിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ പവർഫുൾ പാസ്പോർട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് നടത്തുന്നത്. അത് വേൾഡ് വൈഡ് നടത്തുന്ന ഒരു അനലൈസിംഗ് ആണ്, ഒരു ഇൻഡെക്സ് ആണ്, റാങ്കിങ് ആണ്. ഓക്കെ, അതിൽ ഇന്ത്യയുടെ റാങ്കിങ് 80-ൽ നിന്ന് ഇപ്പോൾ എത്രാമത്തെ സ്ഥാനമായിട്ട് ഡ്രോപ്പ് ആയിട്ടുണ്ടെന്നാണ് ചോദ്യം വന്നേക്കുന്നത്. 80-ൽ നിന്ന് 85-ാമത്തെ സ്ഥാനമാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. മൊത്തത്തിൽ 227 ഡെസ്റ്റിനേഷൻ ഏരിയയിൽ ഇന്ത്യക്ക് പാസ്പോർട്ട് ഇല്ലാതെ അല്ലെങ്കിൽ ഇന്ത്യയിലെ സിറ്റിസൻസിന് പാസ്പോർട്ട് ഇല്ലാതെ തന്നെ എൻട്രി ആക്സസ് ഉള്ളത് വെറും 62 ഡെസ്റ്റിനേഷൻസിലോട്ടാണ്. ഓക്കെ, ഫസ്റ്റ് പൊസിഷൻ കൈവരിച്ചത് 6 രാജ്യങ്ങളൊക്കെയാണ്. 194 രാജ്യങ്ങളിലേക്ക് പാസ്പോർട്ട് ഇല്ലാതെ തന്നെ പ്രവേശനം ഉള്ള 6 രാജ്യങ്ങളാണ് ഫസ്റ്റ് പൊസിഷൻ. ഫിൻലൻഡൊക്കെ പോലത്തെ, സ്വിറ്റ്സർലാൻഡ്, അങ്ങനത്തെ കുറച്ച് രാജ്യങ്ങളായിരുന്നു. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിനകത്ത് ചോദിച്ചേക്കുന്ന ഇന്ത്യയുടെ റാങ്ക് 80 ആയിരുന്നു, ഇപ്പോൾ റീസെൻ്റായിട്ട് 85 ആയിട്ടുണ്ട്.
ഓക്കെ, 62 രാജ്യങ്ങളിലാണ് ഇവർക്ക് പാസ്പോർട്ട് ഫ്രീ ആക്സസ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന ലിസ്റ്റാണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഫെബ്രുവരിയിൽ എന്താ നമ്മുടെ ഇപ്സ, ഇന്ത്യ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്കൻ, ഇവർ ഈ 3 രാജ്യങ്ങളോട് ചേർന്നിട്ട് ഒരു ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ വേൾഡ് വൈഡ് പോവേർട്ടി അല്ലെങ്കിൽ ഹങ്കർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അലിവിയേറ്റ് ചെയ്യാൻ വേണ്ടി, ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക ഈ 3 രാജ്യം കൂടെ ചേർന്നിട്ട് ഇപ്സ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്സ ഫണ്ടിനെ പറ്റി പറയുവാണ്, 2004 ഈ ഇപ്സ ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത്. പക്ഷേ ഓപ്പറേഷനെല്ലാം സ്റ്റാർട്ട് ചെയ്തത് 2006 2004 ഇത് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ 2006 ഇത് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പറേഷണലൈസ് ആയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇപ്സക്കകത്തെ ഐ എന്താ, ബി എന്താ, SA ഫോർ സൗത്ത് ആഫ്രിക്ക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിച്ചേക്കുന്നത് എന്താ, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇന്ത്യ എത്ര രൂപയാണ് അല്ലെങ്കിൽ എത്ര USD ആണ്, എത്ര ഡോളറാണ് ഈ ഇപ്സ ഫണ്ടിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്, പോവർട്ടിയും ഹങ്കറും ഒക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര രൂപയാണ്, എത്ര USD ആണ് കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്നതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. 1 ബില്യൺ USD ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, പോവർട്ടി അലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്സ ഫണ്ടിലോട്ട് ഇന്ത്യ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് $1 മില്യൺ കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇപ്സ ഫണ്ട് വന്ന വർഷം, കോൺസെപ്റ്റ് കൊണ്ടുവന്ന വർഷം 2004 ആണെങ്കിലും അത് ഓപ്പറേഷണലൈസ് ചെയ്ത വർഷം 2006. ഓക്കെ, അടുത്തത് ഹു ഹാസ് റീസെൻ്റ്ലി ബിക്കെയിം ദ ഫസ്റ്റ് വുമൻ ടു ബി ഓണേർഡ് വിത്ത് ഘനശ്യാം ദാസ് ബിർള അവാർഡ് ഫോർ സയൻറ്റിഫിക് റിസർച്ച് 2023. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ റീസെൻ്റായിട്ട് GD ബിർള അവാർഡ്, KK ബിർള ഫൗണ്ടേഷനാണ് ഈ ഘനശ്യാം ദാസ് ബിർള അവാർഡ് കൊടുക്കുന്നത്. 32ാമത്തെ എഡിഷൻ അല്ലെങ്കിൽ ഈ അവാർഡ് കിട്ടുന്ന 32ാമത്തെ ആളാണ് ഇതിൻ്റെ ആൻസർ. അതുമാത്രമല്ല വനിതകളുടെ കാറ്റഗറി നോക്കുവാണെങ്കിൽ ഈ അവാർഡ് കിട്ടുന്ന ആദ്യത്തെ വനിത കൂടിയാണ് നമ്മുടെ ഈ ആൻസർ. ഏതാണെന്ന് ഓർമ്മയുണ്ടോ? അദിതി സെൻ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഘനശ്യാം ദാസ് ബിർള അവാർഡ് കിട്ടുന്ന 32ാമത്തെ റെസിപ്പിയൻറ്റും, അതേപോലെ തന്നെ വിമൻ കാറ്റഗറിയിൽ വിമൻസിന് നോക്കുവാണെങ്കിൽ ആദ്യത്തെ സ്ത്രീയുമാണ്. ഏത് ഫീൽഡിലാണ്? ഫിസിക്സിലാണ് അദിതി സെന്ന് GD ബിർള അവാർഡ് കിട്ടുന്നത്. GD ബിർള അവാർഡ് കൊടുക്കുന്ന ഫൗണ്ടേഷനാണ് KK ബിർള ഫൗണ്ടേഷൻ. ഓക്കെ, അതേപോലെ തന്നെ ഈ അദിതി സെന്ന് വേറെ അവാർഡ് കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു 2018 ശാന്തി സ്വരൂപ് ഭട്നാഗർ ഓക്കെ, ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡ് 2018 നമ്മുടെ അദിതി സെന്നിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏത് ഫീൽഡിലായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ സയൻസ് ആൻഡ് ടെക്നോളജി, സയൻസ് ഫീൽഡിലാണ് അദിതി സെന്ന് 2018 ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡ് കിട്ടിയത്. ഇപ്പോൾ 2023 KK ബിർള ഫൗണ്ടേഷൻ കൊടുക്കുന്ന GD ബിർള അവാർഡ് ആദ്യമായിട്ട് കരസ്ഥമാക്കുന്ന വനിതയും അദിതി സെൻ ആണ്. 32ാമത്തെ GD ബിർള അവാർഡ് റെസിപ്പിയൻ്റാണ് അദിതി സെൻ. ഫീമെയിൽ കാറ്റഗറി നോക്കുവാണെങ്കിൽ ആദ്യത്തെ റെസിപ്പിയൻ്റ് കൂടിയിട്ടാണ്. ഓക്കെ, അപ്പം ഏത് ഫീൽഡിലാണ്? ഫിസിക്സിന് വേണ്ടിയിട്ടാണ്, ഫീൽഡിലാണ് ഇപ്പോൾ GD ബിർള അവാർഡ് അദിതി സെന്ന് കിട്ടുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുനിന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. 2018 ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡും അദിതി സെന്നിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ അവാർഡ് കിട്ടിയും ആദ്യത്തെ വനിതയും അദിതി സെൻ തന്നെയായിരുന്നു. GD ബിർള മാത്രമല്ല, നമ്മൾ ഈ പറഞ്ഞ 2018 ശാന്തി സ്വരൂപ് അവാർഡ് കിട്ടിയെന്നുള്ള ഈ അവാർഡ് കരസ്ഥമാക്കിയ ആദ്യത്തെ വനിതയും അദിതി സെൻ തന്നെയായിരുന്നു 2018. ഓക്കെ, അടുത്തത് വിച്ച് സ്പേസ് ഏജൻസീസ് DC-8 എയർക്രാഫ്റ്റ് ഹാസ് റീസെൻ്റ്ലി കണ്ടക്റ്റഡ് ടെസ്റ്റ് ഫ്ലൈറ്റ് ആസ് പാർട്ട് ഓഫ് എയർബോൺ ആൻഡ് സാറ്റലൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ഏഷ്യൻ എയർ ക്വാളിറ്റി മിഷൻ. ഓക്കെ, ഏഷ്യ AQ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മിഷൻ ഉണ്ടായിരുന്നു നമ്മുടെ ഏഷ്യൻ റീജിയനിലേക്ക് എയർ ക്വാളിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു സ്പേസ് ഏജൻസിയും അതേപോലെ തന്നെ സൗത്ത് കൊറിയയുടെ സ്പേസ് ഏജൻസിയും കൂടെ ചേർന്ന്, സൗത്ത് കൊറിയയുടെ സ്പേസ് ഏജൻസി അല്ല, സൗത്ത് കൊറിയയുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എൻവയൺമെൻറ്റ് റിസർച്ച്, നിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടും
അതേപോലെ തന്നെ അമേരിക്കയുടെ സ്പേസ് ഏജൻസി ആയിട്ടുള്ള നാസയും കൂടെ ചേർന്നിട്ടാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് DC-8 എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എയർബോൺ എയർക്രാഫ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എയർബോൺ സാറ്റലൈറ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഏഷ്യൻ റീജിയനിലുള്ള ASIA-AQ എന്നാണ് മിഷൻ്റെ പേര് തന്നെ. അപ്പോൾ ഏഷ്യൻ റീജിയനിലുള്ള എയറിൻ്റെ ക്വാളിറ്റി, അതേപോലെ തന്നെ എയർ പൊല്യൂഷൻ്റെ അല്ലെങ്കിൽ ഏഷ്യൻ എയർ ക്വാളിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ASIA-AQ. ആ മിഷൻ്റെ ഭാഗമായിട്ടാണ് DC-8 എയർക്രാഫ്റ്റ് കണ്ടുപിടിക്കുന്നത്. അത് ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ് നാസയും സൗത്ത് കൊറിയയുടെ നിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, അതേപോലെ തന്നെ DC എയർക്രാഫ്റ്റിൻ്റെ മറ്റൊരു പേരാണ് മറ്റൊരു പേരല്ല അറിയപ്പെടുന്നത് തന്നെ വേൾഡ്സ് ഫസ്റ്റ് ഫ്ലൈയിങ് ലബോറട്ടറി എന്ന് കൂടിയാണ് അറിയപ്പെടുന്നത്. ഓക്കെ, വേൾഡ്സ് ഫസ്റ്റ് വേൾഡ്സ് ഫസ്റ്റ് ഫ്ലൈയിങ് ലബോറട്ടറി ഏതാന്ന് ചോദിക്കും. DC-8 എയർക്രാഫ്റ്റ് ആണ്. ആരാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്? നാസയും അതേപോലെ തന്നെ സൗത്ത് കൊറിയയുടെയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എൻവയറമെൻറ്റൽ റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഏത് മിഷൻ്റെ ഭാഗമായിട്ടാണ്? ASIA-AQ മിഷൻ. ഇനി എന്താണ് ഈ ASIA-AQ മിഷൻ എന്ന് പറയുന്നത്? ഏഷ്യൻ റീജിയനിലേക്ക് എയർ ക്വാളിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പം ഓസോണിലെ ഡിപ്ലീഷൻ ഉണ്ട്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉണ്ട്, CFC, അങ്ങനെ ഒരുപാട് ഹാംഫുൾ ഗ്യാസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് നമ്മുടെ പൊല്യൂഷൻ എന്തുമാത്രം കാരണമാകുന്നു എന്നുള്ള രീതിയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരിറക്കിയിട്ടുള്ള മിഷനാണ് ASIA-AQ മിഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. സൗത്ത് കൊറിയയുടെയാണ് നിയർ എന്ന് പറയുന്ന ഏജൻസി. ഓക്കെ, അടുത്തത് ഇന്ത്യക്ക് ഇപ്പം 11th എഡിഷൻ ഓഫ് ഏഷ്യൻ ഇൻഡോർ അത്ലറ്റിക്സ് കോമ്പറ്റീഷൻ ചാമ്പ്യൻഷിപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. 2024 ഇറാനിലെ ടെഹ്റാൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തായിരുന്നു. ഇറാനിലെ ടെഹ്റാനിലാണ് ഏഷ്യൻ ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. 11th എഡിഷൻ ആയിരുന്നു. അതിൽ ഇന്ത്യക്ക് എത്ര മെഡൽ കിട്ടി? അതുമാത്രമല്ല, ഈ ചാമ്പ്യൻഷിപ്പിൽ ടോപ്പ് നിൽക്കുന്നത് ഏത് രാജ്യമാണ് എന്നാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യനകത്തുള്ളത്. ഓക്കെ, ഇന്ത്യക്ക് എത്ര മെഡൽ കിട്ടി? അതിന് മുന്നേ തന്നെ നമുക്ക് നോക്കാം. ഓക്കെ, ഇന്ത്യക്ക് 4 മെഡൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്ക് മൊത്തത്തിൽ 4 മെഡലായിരുന്നു. അതിൽ 3 ഗോൾഡും 1 സിൽവറും ആയിരുന്നു ഇന്ത്യ കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി ചൈനയ്ക്ക് നോക്കുകയാണെങ്കിൽ ചൈനയ്ക്ക് മൊത്തത്തിൽ 16 മെഡലും, ജപ്പാന് 9 മെഡലും, കസാഖിസ്ഥാന് 12 മെഡലുമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് പൊസിഷൻ ചൈന, സെക്കൻഡ് പൊസിഷൻ ജപ്പാൻ, തേർഡ് പൊസിഷൻ കസാഖിസ്ഥാൻ. ജപ്പാൻ 9 മെഡലേ ഉള്ളൂ. പക്ഷേ എന്തുകൊണ്ട് കസാഖിസ്ഥാൻ 3ാം സ്ഥാനത്തും ജപ്പാൻ 2ാം സ്ഥാനത്തും വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിൽവറും ഗോൾഡിൻ്റെയും മെഡലുകളുടെ എണ്ണമാണ് മെയിനായിട്ട് റാങ്കിങ്ങിന് ബാധകമാകുന്നത്. ഓക്കെ, അപ്പം കസാഖിസ്ഥാനേക്കാളും സിൽവറും ഗോൾഡും മെഡലും കൂടുതൽ വാങ്ങിച്ചിട്ടുള്ളത് ജപ്പാനാണ്. കസാഖിസ്ഥാൻ ഒരുപക്ഷെ ഈ 12 മെഡലും കൂടുതലും ബ്രോൺസ് മെഡലായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ത്യക്ക് 4 മെഡൽ കിട്ടിയിട്ടുണ്ട്. 2023 കോമ്പറ്റീഷൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് മൊത്തത്തിൽ 8 മെഡൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇപ്രാവശ്യം ഇന്ത്യക്ക് 4 മെഡലാണ് കിട്ടിയിട്ടുള്ളത്. ടോപ്പായിട്ടിരിക്കുന്ന രാജ്യം ഏതാണ്? ചൈനയാണ്. ചൈനയ്ക്ക് 16 മെഡലും കിട്ടിയിട്ടുണ്ട്. 11th എഡിഷനാണ് ഏഷ്യൻ ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ്. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? ഓക്കെ, ഇന്ത്യ എത്രാം സ്ഥാനത്തിലായെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇന്ത്യക്ക് മൊത്തത്തിൽ 4 മെഡൽ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയുടെ റാങ്കിങ് വന്നിട്ട് 5th പൊസിഷനാണ്. 5th റാങ്കാണ് ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 5th ആൻഡ് ചൈന. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇന്ത്യ 4 മെഡൽ കരസ്ഥമാക്കിയോടെ ഇന്ത്യയുടെ റാങ്ക് 5ാം സ്ഥാനമാണ്. അതേപോലെ തന്നെ ചൈനയ്ക്കാണ് ഏറ്റവും കൂടുതൽ മെഡൽ കിട്ടിയിട്ടുള്ളത്. 16 മെഡൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ടോപ്പ് പൊസിഷൻ ചൈനയാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. ഓക്കെ, എത്രാമത്തെ എഡിഷനാണ്? 11th എഡിഷനാണ് ഏഷ്യൻ ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് 2024 നടന്നത് ഇറാനിലെ ടെഹ്റാൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ്. ഓക്കെ, സെക്കൻഡ് പൊസിഷൻ ജപ്പാൻ, തേർഡ് പൊസിഷൻ കസാഖിസ്ഥാൻ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഫലി സാം നരിമാനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു ഫേമസ് ജൂറിസ്റ്റാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ലോയറാണ്. ഓക്കെ, അദ്ദേഹം റീസെൻ്റായിട്ട് മരിച്ചു. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഫലി സാം നരിമാൻ എന്നായിരുന്നു. അദ്ദേഹം മ്യാൻമാറിലാണ് ജനിച്ചത്. മ്യാൻമാറിൻ്റെ പഴയ പേര്, ബ്രിട്ടീഷ് ഇന്ത്യൻ കാലഘട്ടത്തിൽ മ്യാൻമാറിൻ്റെ പഴയ പേര് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? റംഗൂൺ. ഓക്കെ, മ്യാൻമാറിൻ്റെ പഴയ പേരാണ്
റങ്കൂൺ എന്ന് പറയുന്നത്. ഇത് ചോദ്യം ഇതൊന്നുമല്ല, നമ്മുടെ ഈ ഫലീസാം നരിമാന് പത്മ അവാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പത്മ അവാർഡ്സ്, പത്മഭൂഷണും പത്മവിഭൂഷണും കിട്ടിയിട്ടുണ്ടായിരുന്നു. പത്മവിഭൂഷൺ കിട്ടിയത് ഏത് വർഷമാണ്? പബ്ലിക് അഫയേഴ്സിനകത്താണ് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ അവാർഡ് കിട്ടിയത്. വിഭൂഷൺ കിട്ടിയ വർഷമാണ് ചോദിച്ചേക്കുന്നത്. അതിന് മുന്നേ നമുക്ക് പറയാം പത്മഭൂഷൺ കിട്ടിയത് എന്നായിരുന്നു? 1991 അദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടിയത്. പത്മവിഭൂഷൺ കിട്ടിയത് ഓർമ്മയുണ്ടോ? 2007. ഓക്കെ, 2007 ആണ് കറക്റ്റ് ആൻസർ. മറക്കരുത്, പത്മഭൂഷൺ കിട്ടിയത് 1991, പത്മവിഭൂഷൺ കിട്ടിയത് 2007 കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഫലീസാം നരിമാൻ എന്നാണ്. ഏത് ഫീൽഡാണ്? അദ്ദേഹം ഒരു ഫേമസ് ലോയറാണ്, ഒരു ജൂറിസ്റ്റാണ്. ഇനി ഏത് ഫീൽഡിലാണ് പത്മവിഭൂഷൺ കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പബ്ലിക് അഫയേഴ്സിനകത്താണ് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ കിട്ടിയിട്ടുണ്ടായിരുന്നത് 2007. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. യുണൈറ്റഡ് നേഷൻ ഇൻ്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേ എന്നാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 2024 നടന്നത് 25ാമത്തെ എഡിഷൻ ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തീമും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൾട്ടി ലിംഗ്വൽ എഡ്യൂക്കേഷൻ ഇസ് ദ പില്ലർ ഓഫ് ഇൻ്റർ ജനറേഷണൽ നോളജ് എന്നൊക്കെ ഉള്ള കാര്യമായിരുന്നു നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം എന്തായിരുന്നു ഇത്? എന്നായിരുന്നു ഈ പറയുന്ന ഇൻ്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. 25ാമത്തെ വർഷമായിരുന്നു പ്രാവശ്യം നടന്നത്. ഓർമ്മയുണ്ടോ? എന്നായിരുന്നു? ഫെബ്രുവരി 21 ഇൻ്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേ വരുന്നത്. ഓക്കെ, അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്റ്റേറ്റ് ന്യൂസ് ആണ്. ഏത് സ്റ്റേറ്റിനാണ് ഈ പറയുന്നത്? ഫസ്റ്റ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ടു ലോഞ്ച് ചീഫ് മിനിസ്റ്റർ ജൻ ആരോഗ്യ യോജന യൂണിവേഴ്സ് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് എന്നൊക്കെ ആ ഒരു ചോദ്യമാണ് വന്നിട്ടുള്ളത്. എന്തായിരുന്നു? നമ്മൾ പ്രൈം മിനിസ്റ്റർ ജൻ ആരോഗ്യ യോജന, പ്രൈം മിനിസ്റ്റർ ആയുഷ്മാൻ ഭാരത് പ്രൈം മിനിസ്റ്റർ ജൻ ആരോഗ്യ യോജന, ആയുഷ്മാൻ ഭാരത് പ്രൈം മിനിസ്റ്റർ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ഓക്കെ, ഇത് ഈ പറയുന്ന സ്കീമിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന സ്കീം എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ചികിത്സയുടെ ഭാഗമായിട്ട് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ആൾക്കാർക്ക് 5 ലക്ഷം രൂപയുടെ കവറേജ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നുണ്ട് അർഹതപ്പെട്ടവർക്ക്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത് നാഷണൽ സ്കീമാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഓരോ സ്റ്റേറ്റിൽ CM, ഇത് പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ സ്റ്റേറ്റിൽ ഇറക്കുന്നത് ചീഫ് മിനിസ്റ്റർ ജൻ ആരോഗ്യ യോജന ആണ്. അങ്ങനെ ഒരുപാട് സ്റ്റേറ്റുകളിൽ ചീഫ് മിനിസ്റ്റർ ജൻ ആരോഗ്യ യോജന ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ നോക്കുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ റീജിയനിൽ ഈ പറയുന്ന ചീഫ് മിനിസ്റ്റർ ജൻ ആരോഗ്യ യോജന ലോഞ്ച് ചെയ്തിട്ടുള്ള ആദ്യത്തെ സ്റ്റേറ്റ് ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ് ഏതായിരുന്നു? ത്രിപുരയാണ് കറക്റ്റ് ആൻസർ. ത്രിപുരയുടെ CM ആയിട്ടുള്ള മാണിക് സാഹയാണ് ത്രിപുരയിൽ ഈ പറയുന്ന ചീഫ് മിനിസ്റ്റർ ജൻ ആരോഗ്യ യോജന ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഇൻഷുറൻസ് കവറേജ് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. ഹെൽത്ത് സെക്ടർ ഇൻഷുറൻസ് കവറേജ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ റിവിഷൻ എല്ലാം ഇതോടെ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് നോക്കാം. എന്തൊക്കെയാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. ആദ്യത്തെ തന്നെ നോക്കാം. വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റ് 2024 ദുബായിൽ ദുബായിൽ വെച്ച് നടന്നു എന്നാണ് നമ്മുടെ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത്. അപ്പം വേൾഡ് 11ാമത്തെ എഡിഷനാണ്. നേരത്തെ നമ്മൾ ഏഷ്യൻ അത്ലറ്റിക് കോമ്പറ്റീഷൻ കണ്ടില്ലേ, 11ാമത്തെ എഡിഷൻ എന്ന് പറയുന്ന പോലെ തന്നെ 11ാമത്തെ എഡിഷനാണ് വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റ് 2024 നടന്നത്. എവിടെ വെച്ചിട്ടാണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുബായിൽ വെച്ചിട്ടാണ് നടന്നത്. യു എയിൽ ദുബായിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. ഈ എല്ലാ വർഷവും ദുബായിൽ വെച്ചിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ UAE വെച്ചിട്ട് തന്നെയാണ് ഈ പറയുന്ന വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റ് നടക്കുന്നത്. അപ്പം നമുക്ക് ന്യൂസിന് കടക്കുന്നതിന് മുന്നേ എന്താണ് ഈ വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റ് എന്ന് നമുക്ക് നോക്കാം. എല്ലാ വർഷവും ഇത് UAE വെച്ചിട്ടാണ് നടക്കുന്നത്. UAE 2013 UAE വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് ഷെയ്ഖ് ബിൻ റാഷിദ് അൽ മക്തൂം എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. മുഹമ്മദ് ഷെയ്ഖ് ബിൻ റാഷിദ് അൽ മക്തൂം എന്ന് പറഞ്ഞിട്ടുള്ള ആളായിരുന്നു 2013 കാലഘട്ടത്തിൽ UAE വൈസ് പ്രസിഡന്റ്. ഓക്കെ, അദ്ദേഹമാണ് ഈ പറയുന്ന വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റ് എന്നുള്ള ഒരു ഐഡിയ കൊണ്ടുവന്നിട്ടുള്ളത്.
അതിനുശേഷം ഓരോ വർഷവും UAE വെച്ചിട്ട് നമ്മുടെ ഈ വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റ് നടന്നു വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സംഭവം എന്ന് വിചാരിച്ചാൽ, നമ്മുടെ ലോകത്തുള്ള അല്ലെങ്കിൽ വേൾഡിൽ ഓരോ സെക്ടേഴ്സിലും ഫേമസ് ആയിട്ടുള്ള ലീഡേഴ്സ് ഉണ്ടായിരിക്കും, ഓരോ എക്സ്പേർട്ടുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓരോ തോട്ട് ലീഡേഴ്സ് കാണും. അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ഓരോ എക്സ്പേർട്സ് ഏകദേശം 120ഓളം ഏരിയയിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ എല്ലാം തോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെല്ലാം ഇതിനെ നമ്മുടെ രാജ്യമല്ല ലോകത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെ അല്ലെങ്കിൽ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഐഡിയാസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ലോകത്തിൻ്റെ പല പല കോണിലുള്ള എക്സ്പേർട്സ് അല്ലെങ്കിൽ പോളിസി മേക്കേഴ്സൊക്കെ പങ്കെടുക്കുന്നതാണ് ഈ വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അവരെല്ലാം കൂടെ വന്നിട്ട് നമ്മുടെ ലോകത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഓരോരോ പുതിയ പുതിയ ഐഡിയകൾ മുന്നോട്ട് വെക്കും. ഓക്കെ, ഇതിന് വേണ്ടിയിട്ടാണ് വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റ് നടക്കുന്നത്. ഓക്കെ, ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ എഡ്യൂക്കേഷൻ സെക്ടറിൽ എങ്ങനെയൊക്കെ പുരോഗതി കൊണ്ടുവരാം, അല്ലെങ്കിൽ ഹെൽത്ത് സെക്ടറിൽ എങ്ങനെയൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി എങ്ങനെയൊക്കെ നമ്മുടെ ഒരുപാട് വേൾഡിലെ പല പല സ്കീമുകൾ അല്ലെങ്കിൽ ആൾക്കാർക്ക് എങ്ങനെയൊക്കെ ബെനിഫിഷ്യൽ ആക്കാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അങ്ങനെ പല പല തോട്ടുകൾ, എക്കണോമിക് ഡെവലപ്മെൻറ്റ് എങ്ങനെ കൊണ്ടുവരാം, അങ്ങനെ ഒരുപാട് തോട്ടുകൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റ് നടക്കുന്നത്. എല്ലാ വർഷവും നടക്കുന്നത് UAE വെച്ചിട്ടാണ്. ഇത് തുടങ്ങിയത് 2013 2013 UAE വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് ഷെയ്ഖ് ബിൻ റാഷിദ് അൽ മക്തൂം എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഈ പറയുന്ന വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം ഓരോ വർഷവും UAE വെച്ചിട്ട് വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ് ഗസ്റ്റ് ഓഫ് ഓണർ. ഗസ്റ്റ് ഓഫ് ഓണർ എന്ന് പറയുന്നുള്ളൊരു ആദരവ് കൊടുക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യവും ഓരോ രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്ത് വരുന്ന പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ പ്രസിഡന്റിനാണ് ഈ പറയുന്ന ഗസ്റ്റ് ഓഫ് ഓണർ കൊടുക്കുന്നത്. 2024 UAE വെച്ച് നോക്കുമ്പം ഇന്ത്യ, തുർക്കി, ഖത്തർ ഈ 3 രാജ്യങ്ങൾക്കാണ് 2024 വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റിൽ എന്ത് കിട്ടി? ഗസ്റ്റ് ഓഫ് ഓണർ കിട്ടിയത്. ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്ത് പോയത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. ഓക്കെ, ഇദ്ദേഹത്തിന് ഈ പറയുന്ന ഗസ്റ്റ് ഓഫ് ഓണർ കിട്ടുന്നത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. 2018 ഒന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ 2024 അദ്ദേഹം ഈ വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റിൽ പങ്കെടുക്കുന്നത്. അതിനോടനുബന്ധിച്ചിട്ട് തന്നെ അദ്ദേഹത്തിന് രണ്ടാമത്തെ വട്ടമാണ് ഈ ഗസ്റ്റ് ഓഫ് ഓണർ എന്നുള്ള ആദരവ് കിട്ടുന്നത്. ഇന്ത്യയുടെ ഒപ്പം തന്നെ തുർക്കിക്കും ഖത്തറിനും ഗസ്റ്റ് ഓഫ് ഓണർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ വർഷം വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റിൽ ഈ 3 രാജ്യങ്ങൾക്കാണ് ഗസ്റ്റ് ഓഫ് ഓണർ അവാർഡ് അല്ലെങ്കിൽ ഒരു ഓണർ കിട്ടുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അതിനകത്തുനിന്ന് വരുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. വളരെ ബ്രീഫായിട്ട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതൊന്നും അല്ല, ഈ കറണ്ട് അഫയേഴ്സ് നോക്കുവാണെങ്കിൽ ഇതൊന്നും 1% പോലും ആയിട്ടില്ല. ഓക്കെ, അപ്പം ഇത്രയൊക്കെ മതി, എക്സാമിന് ഇത്രയൊക്കെ മതി. ഇനി നമുക്ക് അതിൻ്റെ ന്യൂസിലോട്ട് കിടക്കാം. എന്താ പറഞ്ഞേക്കുന്നത്? 11ാമത്തെ, അപ്പോൾ ഇങ്ങനത്തെ വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റ് നടക്കുന്നുണ്ട്. അതിൻ്റെ 11ാമത്തെ എഡിഷനാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, 2013 തുടങ്ങിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ വർഷം ഉണ്ടായിരുന്നു. 11ാമത്തെ എഡിഷനാണ് 2024 നടന്നത്. ഫെബ്രുവരി 12 തൊട്ട് 14 വരെ ആയിരുന്നു ഈ പറഞ്ഞ വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നടന്നിട്ടുണ്ടായിരുന്നത്. UAE ദുബായിൽ വെച്ചിട്ടാണ് നടന്നത്. ഇനി അതിൻ്റെ തീം എന്താണെന്ന് ചോദിക്കാം. ഷേപ്പിംഗ് ഫ്യൂച്ചർ ഗവൺമെൻറ് എന്നാണ്. അപ്പോൾ അതിനകത്തുനിന്ന് തന്നെ മനസ്സിലാവില്ല നമ്മുടെ ഫ്യൂച്ചർ ഗവൺമെൻറ്റ്സ് വേൾഡ് പല പല രാജ്യങ്ങളിലെ ഗവൺമെൻറ് എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാം, എന്തെല്ലാം കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നേഷൻ അല്ലെങ്കിൽ നമ്മുടെ വേൾഡ് തന്നെ ഡെവലപ്പ് ആവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ, ഒരുപാട് ഐഡിയാസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത് തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ തീം എന്താണ്? ഷേപ്പിംഗ് ഫ്യൂച്ചർ ഗവൺമെൻറ്റ്സ് എന്നാണ് അതിൻ്റെ തീം വരുന്നത്. ഓക്കെ, പിന്നെ ഇപ്പോഴത്തെ UAE ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിട്ടുള്ള മുഹമ്മദ് അൽ ഗർവായി ആണ് ഈ വേൾഡ് ഗവൺമെൻറ് സബ്മിറ്റ് ഇപ്പം ഈ പറയുന്ന എഡിഷന് ചെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് UAE ഇപ്പോഴത്തെ ക്യാബിനറ്റ് അഫയേഴ്സ് മിനിസ്റ്റർ ആയിട്ടുള്ള മുഹമ്മദ് അൽ ഗർവായി ആണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് തീം ഓർത്തിരിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പടം ഒന്ന് ശ്രദ്ധിച്ചേ. അതുകൊണ്ട് അറബിയൊക്കെ എഴുതിയേക്കുന്നത്, 2 അറബികളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റ് എവിടെയാണ്? UAE നടക്കുന്നത്. UAE ഓരോരോ സ്ഥലത്താണ് ഓരോ വർഷവും നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഈ വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ ഗവൺമെൻറ് ടെക് പ്രൈസസ് കൊടുക്കാറുണ്ട്. അത് ഇപ്രാവശ്യം ഏതൊക്കെ ഓർഗനൈസേഷനാണ് കിട്ടിയതെന്ന് നോക്കാം. AI പവേർഡ് ഗവൺമെൻറ് സ്കീംസിൻ്റെ കാറ്റഗറിയിൽ ഇപ്രാവശ്യം
ഇറാസ്തെ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ ഓർഗനൈസേഷനാണ് ഇറാസ്തെ. ഇതിനാണ് ഇപ്രാവശ്യം എന്താ AI പവേർഡ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പവേർഡ് ഗവൺമെൻറ് സർവീസസ് എന്നുള്ള കാറ്റഗറിയിൽ ഗവൺമെൻറ് ടെക് പ്രൈസ് കിട്ടിയിട്ടുള്ളത്. എഡ്യൂക്കേഷണൽ സർവീസ് നോക്കുവാണെങ്കിൽ ഘാനയിലെ ഘാന എഡ്യൂക്കേഷൻ ഔട്ട്കം പ്രോജക്റ്റിനാണ് കിട്ടിയത്. അതേപോലെ തന്നെ ഹെൽത്ത് കെയർ സെക്ടർ നോക്കുവാണെങ്കിൽ ഇന്തോനേഷ്യയുടെ സാധു സെഹത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷനാണ്. ഇനി ഇൻക്ലൂസീവ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ കസാഖിസ്ഥാനിലെ ഡിജിറ്റൽ ഫാമിലി കാർഡിനാണ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 4 അവാർഡേ ഉള്ളൂ, അത് ഓർത്തിരിക്കുക. AI പവേർഡ് ആണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ഇറാസ്തെ എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷനാണ്. എഡ്യൂക്കേഷൻ ആണെങ്കിൽ ഘാനയിലെ എഡ്യൂക്കേഷൻ ഔട്ട്കം പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ്. ഹെൽത്ത് കെയർ നോക്കുകയാണെങ്കിൽ ഇന്തോനേഷ്യയിലെ സാധു സെഹത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷനാണ്. അതേപോലെ ഇൻക്ലൂസീവ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ കസാഖിസ്ഥാനിലെ ഡിജിറ്റൽ ഫാമിലി കാർഡിനാണ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതിനകത്തുനിന്ന് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. ദുബൈയിൽ തന്നെയാണ് വേൾഡിലേക്ക് ആദ്യത്തെ എയർ ടാക്സി സർവീസ് നടത്താൻ പോകുന്നത്. 2026 ആകുമ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ്ലി ഓപ്പറേഷൻ കംപ്ലീറ്റ് ആവും. 2026 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ലോകത്തെ ആദ്യത്തെ എയർ ടാക്സി സർവീസ്. ഓക്കെ, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഹെലികോപ്റ്റർ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറയുന്ന പ്രൈവറ്റ് ജെറ്റ് പോലൊക്കെ ആയിരിക്കും ഇങ്ങനെ എയർ ടാക്സി സർവീസ് നടക്കുന്നത്. അതിന് ദുബൈയാണ് ആദ്യമായിട്ട് ലോകത്തിലേക്ക് തന്നെ ആദ്യത്തെ എയർ ടാക്സി സർവീസ് കൊണ്ടുവരുന്നത്. അതാണ് ഈ ന്യൂസിനകത്ത് പറയുന്നത്. ഇലക്ട്രിക് എയർ ടാക്സി സർവീസാണ് അവർ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 2026 ടാർഗറ്റ് ചെയ്യാൻ. ഓക്കെ, 6 വർഷം കൊണ്ട് തന്നെ ഈ പറയുന്ന ജോബി ഏവിയേഷനും ദുബൈയും കൂടെ ചേർന്നിട്ടാണ്, ദുബൈയിലെ റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി, ദുബൈയിലെ RTA അതുപോലെ ജോബി ഏവിയേഷൻസും കൂടെ ചേർന്നിട്ടാണ് ലോകത്തിലെ ആദ്യത്തെ എയർ ടാക്സി സർവീസ് കൊണ്ടുവരാൻ നോക്കുന്നത്. ഓക്കെ, പിന്നീട് എന്താ ഇതിൻ്റെ ഭാഗമായിട്ട് ജോബി ഏവിയേഷൻ S4 എന്ന് പറഞ്ഞിട്ടുള്ള എയർക്രാഫ്റ്റാണ് അവർ അതിന് വേണ്ടി ഡിസൈൻ ചെയ്യുന്നത്. 4 പാസഞ്ചേഴ്സും ഒരു പൈലറ്റും ഉൾപ്പെടെ ഇവർക്ക് 5 പേർക്ക് എന്താ ഈ പറയുന്ന S4 എയർക്രാഫ്റ്റിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ജോബി ഏവിയേഷൻ S4 എന്ന് പറഞ്ഞിട്ടുള്ള എയർക്രാഫ്റ്റാണ് അവർ ഇതിന് വേണ്ടിയിട്ട് ഇമ്പാർട്ട് ചെയ്യുന്നത്. ദുബൈയും ജോബി ഏവിയേഷൻസും കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്തു, വേൾഡിലേക്ക് ലോകത്തിലെ ആദ്യത്തെ എയർ ടാക്സി സർവീസ് 2026 ആകുമ്പോഴത്തേക്ക് ലോഞ്ച് ചെയ്യുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ന്യൂസിനകത്ത് പഠിക്കാനുള്ളത്. അപ്പം ദുബായെ പറ്റി അല്ലെങ്കിൽ UAE പറ്റിയിട്ട് നമ്മൾ 2 ന്യൂസ് കണ്ടു. സ്വാഭാവികമായിട്ടും UAEയുടെ കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് നമ്മൾ നോക്കിയിരിക്കാം. ഇതാണ് ദുബൈ. ഓക്കെ, അപ്പം UAE എന്ന് പറയുന്നത് 6 എമിറേറ്റ്സിൻ്റെ ഒരു ഫെഡറേഷനാണ് UAE എന്ന് പറയുന്നത്. അതായത് ദുബായ് വരും, ഷാർജ, അജ്മാൻ, അബുദാബി, പിന്നെ അൽ ഖുവൈൻ ആൻഡ് ഫുജീറ ഈ 6 എമിറേറ്റുകൾ ചേരുമ്പോഴാണ് നമ്മൾ UAE എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ദുബായിലാണ് ഇപ്രാവശ്യം എന്താ വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റും അതേപോലെ തന്നെ 2026 ആകുമ്പോഴത്തേക്ക് ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് എയർ ടാക്സി സർവീസൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെയാണ്? 6 എമിറേറ്റ് ഉണ്ട്, അബുദാബി ഉണ്ട്, ദുബായ്, ഷാർജ, അജ്മാൻ, അൽ ഖുവൈൻ, പിന്നെ അതുപോലെ തന്നെ ഫുജൈറ. ഇനി UAEയുടെ ക്യാപിറ്റൽ നോക്കുവാണെങ്കിൽ അബുദാബിയാണ് ക്യാപിറ്റൽ. പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ എന്നാണ് പ്രസിഡന്റിന്റെ പേര്. കറൻസി അറിയാലോ, ദിർഹമാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് UAE ദിർഹം. ഇതാണ് UAEയുടെ സ്ട്രാറ്റജിക്ക്. അടുത്തത് നമ്മൾ ഇൻ്റർനാഷണൽ സോളാർ അലയൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏതൊരു മാസത്തെ പഠിച്ചപ്പം ചിലെ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യം ഇൻ്റർനാഷണൽ സോളാർ അലയൻസിൽ മെമ്പർ കൺട്രി ആയി എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ 119ാമത്തെ കൺട്രി ഈ പറയുന്ന ഇൻ്റർനാഷണൽ സോളാർ അലയൻസിൽ ജോയിൻ ചെയ്യുന്ന 119ാമത്തെ കൺട്രി ഇപ്പോൾ മാൾട്ടയാണ്. ഓക്കെ, 119th കൺട്രിയാണ് മാൾട്ട എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കണ്ടോ, ഇതാരാണ്? ഇൻ്റർനാഷണൽ സോളാർ അലയൻസിൻ്റെ ചെയർമാനായിട്ടുള്ള പ്രസിഡൻ്റ് ആയിട്ടുള്ള അജയ് മാത്തൂറാണ്. ഓക്കെ, അജയ് മാത്തൂറാണ്. അതേപോലെ ഇത് മാൾട്ടയുടെ കറസ്പോണ്ടിങ് റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇൻ്റർനാഷണൽ സോളാർ അലയൻസിനെ പറ്റി പറയുവാണെങ്കിൽ 2015 ഇന്ത്യയും ഫ്രാൻസും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്നത്. ഇന്ത്യയും ഫ്രാൻസും കൂടെ ചേർന്നിട്ട് 2016 ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് ഉള്ള സ്റ്റാർട്ടപ്പ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ ലോകത്ത് തന്നെ എന്താ സോളാർ എനർജി യൂസ് ചെയ്തിട്ട് നോൺ ഫോസിൽ ഫ്യൂൽ എനർജി വഴിയുള്ള ഇലക്ട്രിസിറ്റിയുടെ യൂസൊക്കെ കുറയ്ക്കുക, അതുപോലെ തന്നെ സോളാർ എനർജിയുടെ യൂസ് കൂട്ടുക. ഇതാണ് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പൊല്യൂഷൻ കുറയ്ക്കുക, സസ്റ്റൈനബിൾ എൻവയോൺമെൻറ്റ് ആക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 2015 ഇന്ത്യയും ഫ്രാൻസും കൂടെ ചേർന്നിട്ട് ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ്.
ഓക്കെ, ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് ഇൻ്റർനാഷണൽ സോളാർ അലയൻസിൻ്റെ ഹെഡ് ക്വാർട്ടർ വരുന്നത്. അപ്പോൾ ഫെബ്രുവരി 2024 ഫെബ്രുവരി 21 മാൾട്ടയും ഈ പറയുന്ന ഇൻ്റർനാഷണൽ സോളാർ അലയൻസിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. 119ാമത്തെ രാജ്യമാണ് ISAയിൽ ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, മാൾട്ടയുടെ ക്യാപിറ്റൽ ഓർത്തിരിക്കുക, വലൈറ്റ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് മാൾട്ടയുടെ ക്യാപിറ്റൽ സിറ്റി വലൈറ്റയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. 119ാമത്തെയാണ്. 118ാമത്തെ രാജ്യം റൊമാനിയയാണ്. ഓക്കെ, 119ാമത്തേതും മാൾട്ടയും, 118ാമത്തെ റൊമാനിയയും. പിന്നെ മാൾട്ടയുടെ ക്യാപിറ്റൽ വലൈറ്റ. അജയ് മാത്തൂരാണ് ഈ പറയുന്ന ISAയുടെ പ്രസിഡന്റ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. 2015 ISA വന്നത്. ഇന്ത്യയും ഫ്രാൻസും കൂടെ ചേർന്നിട്ടാണ്. ഹെഡ് ക്വാർട്ടർ ഗുരുഗ്രാമാണ് ഹരിയാനയിലെ. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അടുത്തത് ഇനി US നേപ്പാളും കൂടെ ചേർന്നിട്ട് ശാന്തി പ്രയാസ് 4 മൾട്ടിനാഷണൽ പീസ് കീപ്പിംഗ് എക്സസൈസ് നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ വെച്ചിട്ട് റീസെൻ്റായിട്ട് ഒരു എന്താ പറയുക ഒരു ഫോഴ്സ് എക്സസൈസ് നടന്നിട്ടുണ്ടായിരുന്നു. സാധാരണ ഈ പറയുന്ന ഫോഴ്സുകളുടെ എക്സസൈസൊക്കെ എന്തിനാണെന്നറിയാമല്ലോ, അവരുടെ പവർ കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവർ കംപ്ലീറ്റ്ലി അവർ സജ്ജരാണ്, ഒരു യുദ്ധം വരുമ്പോഴത്തേക്ക് അവരുടെ ഫോഴ്സ് അല്ലെങ്കിൽ അവരുടെ സജ്ജരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഓരോ എക്സസൈസ് നടക്കുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ US നേപ്പാളും കൂടെ ചേർന്നിട്ട് ശാന്തി പ്രയാസ് 4 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൾട്ടിനാഷണൽ പീസ് കീപ്പിംഗ് എക്സസൈസ് ആണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നടത്താൻ പോകുന്നത് മാർച്ച് 4 ഈ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ന്യൂസ് ജിക്ക. ജപ്പാൻ്റെ ഒരു ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസിയാണ് ജിക്ക എന്ന് പറയുന്നത്. ജിക്ക ഇന്ത്യയുമായിട്ട് ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യയിലെ 9ഓളം പ്രൊജക്റ്റുകൾ, പല പല സെക്ടേഴ്സിലുള്ള 9ഓളം പ്രൊജക്റ്റുകൾക്ക് ഫണ്ട് ചെയ്യുന്നത് ഇനി ജപ്പാനിലെ ഈ ജിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഏജൻസി ആയിരിക്കും. ജപ്പാൻ ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസി. ഇത് ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവും ജപ്പാനും ഇന്ത്യയും കൂടെ ചേർന്നിട്ടുള്ള MOU ആണ് സൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, ഫെബ്രുവരി 20 ഈ MOU സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റുകളുണ്ട്, ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റുകളുണ്ട്. ഇതിനെല്ലാം ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജപ്പാൻ ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. എത്ര എമൗണ്ടിന് വേണ്ടിയിട്ടാണ് ചോദിച്ചെങ്കിൽ 232.209 ബില്യൺ ജാപ്പനീസ് യെന്ന് വേണ്ടിയിട്ടാണ്. 9ഓളം പ്രൊജക്റ്റാണ്. ഇതിൻ്റെ കോസ്റ്റ്, ഇതിൻ്റെ ഔട്ട്ലേ ആണ് 232.209 ബില്യൺ ജാപ്പനീസ് യെൻ. ഇത്ര എമൗണ്ടിന് വേണ്ടിയിട്ടാണ് ജപ്പാൻ ഇന്ത്യയെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനൊരു ലോൺ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എത്ര പ്രൊജക്റ്റിനാണ്? 9 പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്തത് ശശി തരൂരിൻ്റെ ഒരു ന്യൂസാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അവാർഡ്സിനകത്ത് ഉറപ്പായിട്ട് ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ശശി തരൂരിന് ഇപ്പോൾ റീസണായിട്ട് ഫ്രാൻസിലെ ഒരു ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ് ഷാവലിയർ ഡി ലേജിയൻ ഡി ഓണർ എന്ന് പറയുന്ന അവാർഡ്. ഫ്രാൻസിലെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ് ഷെവലിയർ ഡി ലേജിയൻ ഡി ഓണർ എന്ന് പറയുന്നത്. അത് റീസണായിട്ട് കിട്ടിയ ഇന്ത്യക്കാരനാണ് ശശി തരൂർ. ഓക്കെ, ശശി തരൂരിന് ഈ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ന്യൂഡൽഹിയിലെ ഒരു ഇവൻറ്റിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന അവാർഡ് ശശി തരൂരിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഫ്രഞ്ച് പ്രസിഡൻ്റ് ആയിട്ടുള്ള ഗെറാർഡ് ലാർച്ചറാണ് ഇവൻറ്റ് പ്രസിഡന്റ് ശശി തരൂരിന് ഈ അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നൈറ്റ് ഓഫ് ലീജിയൻ ഓണർ എന്നും പറയാറുണ്ട്. അടുത്തത് കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ ന്യൂസാണ്. കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ ജോയിൻറ്റ് മാനേജർ ഡയറക്ടറായിട്ട് KVS മണിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, മാർച്ച് 1 തൊട്ടാണ് ഇദ്ദേഹത്തിൻ്റെ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇത് എഫക്റ്റീവ് ആവുന്നത്. ഓക്കെ, ഇപ്പോൾ കറൻ്റ്ലി ഇതിൻ്റെ ഇദ്ദേഹം ഹോൾ ടൈം ഡയറക്ടറാണ്. അതുപോലെ തന്നെ ഗ്രൂപ്പ് മാനേജ്മെൻറ്റ് കൗൺസിലിലെ മെമ്പർ കൂടിയാണ് ഈ പറയുന്ന KVS മണിയൻ എന്ന് പറയുന്ന ആൾ. ഇതാണ് ഇദ്ദേഹം ഇനി തൊട്ട് ജോയിൻറ്റ് മാനേജർ കൂടിയായിരിക്കും കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ. ഓക്കെ, അപ്പോൾ കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ സ്ട്രാറ്റജിക്ക് നോക്കാം. ഇത് 1985 കോട്ടക് മഹീന്ദ്ര ബാങ്ക് ഫിനാൻസ് ലിമിറ്റഡ് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു 1985. അതുപോലെ തന്നെ ആദ്യത്തെ NBFC ഇന്ത്യയിൽ ബാങ്കിങ് ലൈസൻസ് കിട്ടിയ ആദ്യത്തെ നോൺ ബാങ്കിങ് ഫിനാൻസ് കോർപ്പറേഷനാണ് ഈ പറയുന്ന കോട്ടക് മഹീന്ദ്ര ഫിനാൻസ് ലിമിറ്റഡ്. 2003 ഇത് ഈ പറയുന്ന ബാങ്കിങ് ലൈസൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിൻ്റെ MD and CEO അശോക് വാസ്വാനിയാണ്. ഹെഡ് ക്വാർട്ടർ മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ്. ടാഗ് ലൈൻ ലെറ്റ്സ് മേക്ക് മണി സിമ്പിൾ എന്നാണ് ടാഗ് ലൈൻ വരുന്നത്. ഓക്കെ, ലെറ്റ്സ് മേക്ക് മണി സിമ്പിൾ. അടുത്ത് നോക്കാം,
ഇന്തോനേഷ്യയുടെ പുതുതായിട്ട് ഒരു പ്രസിഡന്റ് വന്നിട്ടുണ്ടായിരുന്നു. 8ാമത്തെ പ്രസിഡന്റാണ് ഈ പറയുന്ന പ്രബോവോ സുബിയാൻറ്റോ എന്നുള്ള ആളാണ് ഇന്തോനേഷ്യയുടെ ഇപ്പം പ്രസിഡൻ്റായിട്ട് എലക്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ അപ്പോയിൻറ്റഡ് ആയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് ഗരീന്ദ്ര പാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിയെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് പ്രബോവോ സുബിയാൻറ്റോ നിൽക്കുന്നത്. അദ്ദേഹം ആരെയാണ്? ജോക്കോ വിഡോഡോ എന്ന് പറഞ്ഞിട്ടുള്ള പ്രസിഡൻറ്റിനെയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിനാണ് സക്സീഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ജോക്കോ വിഡോഡോ ശേഷം ഇപ്പോൾ പ്രബോവോ സുബിയാൻറ്റോ. ഏത് രാജ്യത്തിൻ്റെയാണ്? ഇന്തോനേഷ്യയുടെയാണ്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അറ്റ്ലീസ്റ്റ് ഇങ്ങനത്തെ ഈ പേഴ്സണൽ ന്യൂസ് വരുമല്ലോ, ഇൻ്റർനാഷണൽ അതുപോലെ തന്നെ പേഴ്സണൽ ന്യൂസ് വരുമ്പോൾ പേരുകളും ഏത് രാജ്യമാണ് അല്ലെങ്കിൽ ആരെ സക്സീഡ് ചെയ്തു, ഏത് പാർട്ടിയാണ്, ഇതൊക്കെയാണ് അതിനകത്തുനിന്ന് മാക്സിമം ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അല്ലാണ്ട് എത്ര വോട്ടിന് തോൽപ്പിച്ചു, ഓക്കെ, അല്ല അദ്ദേഹത്തിൻ്റെ ഇൻ കേസിന് എന്തെങ്കിലും അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും സിവിലിയൻ അവാർഡ്സ്, ഹൈയസ്റ്റ് സിവിലിയൻ അവാർഡ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എത്ര വോട്ടിന് എത്ര മെജോറിറ്റിക്കാണ് തോൽപ്പിച്ചത്, എവിടെ നിന്ന് വരുന്നു, അങ്ങനത്തെ കാര്യമൊന്നും ചോദിക്കത്തില്ല. ഇതാണ് പ്രബോവോ സുബിയാൻറ്റോ എന്ന് പറയുന്നത്. ഇന്തോനേഷ്യയുടെ പ്രസിഡൻ്റാണ് പ്രബോവോ സുബിയാൻറ്റോ. ഓക്കെ, അടുത്തത് നീരജ് ചോപ്രയുടെ ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. നോറിസ് പ്രീതം എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് നീരജ് ചോപ്ര ദ മാൻ ഹൂ മെയ്ഡ് ഹിസ്റ്ററി എന്നുള്ള ബുക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നീരജ് ചോപ്രയെ പറ്റി അറിയാമല്ലോ. നമ്മുടെ ടോക്കിയോ ഒളിമ്പിക്സിൽ തന്നെ ആദ്യമായിട്ട് ഒരു ഗോൾഡ് മെഡൽ കിട്ടിയ ആദ്യത്തെ ഇന്ത്യനാണ് നീരജ് ചോപ്ര എന്ന് പറയുന്നത്. ഓക്കെ, കാറ്റഗറിക്ക് അറിയാം, പോൾ വോൾട്ടാണ് കാറ്റഗറി. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഒരു ഗോൾഡ് മെഡൽ ആദ്യം തന്നെ കരസ്ഥമാക്കിയ ഇന്ത്യക്കാരൻ നീരജ് ചോപ്രയായിരുന്നു. നീരജ് ചോപ്രയുടെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനൊക്കെ 2021 ചോദിച്ചിട്ടുണ്ടായിരുന്നു IBPS POയിൽ. ഓക്കെ, ആ ബുക്കിൻ്റെ പേരാണ് നീരജ് ചോപ്ര ദ മാൻ ഹൂ മെയ്ഡ് ഹിസ്റ്ററി എന്നാണ്. ആരെഴുതി? നോറിസ് പ്രീതം എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്ററാണ് അല്ലെങ്കിൽ ജേർണലിസ്റ്റാണ് ഈ പറയുന്ന ബുക്ക് ഇറക്കിയിട്ടുള്ളത്. നീരജ് ചോപ്ര ദ മാൻ ഹൂ മെയ്ഡ് ഹിസ്റ്ററി. ഓക്കെ, ഇതാണ് ആ ബുക്കിൻ്റെ ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു നമ്മൾ ഇന്ന് നോക്കിയ കറണ്ട് അഫയേഴ്സ്. വളരെ കുറച്ച് ന്യൂസേ ഉള്ളായിരുന്നു, പക്ഷെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 2-3 ന്യൂസ് ഉണ്ടായിരുന്നു. ഉദാഹരണം വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശശി തരൂറിന് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, പിന്നെ ഇന്തോനേഷ്യയുടെ പുതിയ പ്രസിഡൻറ്റ്, ബുക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാ എക്സാമിനും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ കുറച്ച് ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ളതുണ്ടായിരുന്നു. കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ പുതിയ ജോയിൻറ്റ് ഡയറക്ടറിൻ്റെ പേരുണ്ടായിരുന്നു. ഓക്കെ, ബാങ്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള അതുപോലെ ജപ്പാൻ ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസിയുടെ ഫണ്ട് കൊടുക്കുന്നത്, ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ഫണ്ട് കൊടുക്കുന്നത്, ഇതൊക്കെ ബാങ്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. അതേസമയം ശശി തരൂറിൻ്റെ ന്യൂസും നീരജ് ചോപ്രയുടെ ന്യൂസൊക്കെ റെയിൽവേക്കും SSCക്കും ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിലും കുറച്ച് ന്യൂസ് ഉണ്ടായിരുന്നു, അതോടൊപ്പം ഒരു ഹോംവർക്ക് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസത്തെ ന്യൂസും ഇന്നത്തെ റിവിഷനോടുകൂടി കുറച്ചുകൂടെ തറോ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ നാളെ വരുമ്പോൾ ഇന്ന് പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യുന്നതായിരിക്കും. ഇതോടൊപ്പം തന്നെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ചധികം ന്യൂസ് നാളെ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും മറക്കാതെ നിങ്ങൾ വീഡിയോ കാണുക, അതുപോലെ തന്നെ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.